എന്റെ പൊന്ന് ചങ്ങാതി, തന്നോട് ഞാൻ അതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാൻ പറഞ്ഞോ? താഴെ കിടക്കുന്ന പൊട്ടിയ ഓടും അഴുക്കൂലൊക്കെ അടുക്കി വെക്കാനല്ലേ പറഞ്ഞുള്ളൂ. വെറുതെ മനുഷ്യനും മെനക്കെടുത്താനായിട്ട് ഇങ്ങനെ ഓരോ അവതാരങ്ങള്. മരുന്നിന്റെ കുറിപ്പടി അവിടെ കാണിച്ചാ മതി. മരുന്ന് മന്ത്രമൊക്കെ മേടിച്ച് ഒരു ഓട്ടോ പിടിച്ച് കുടുംബത്തെത്താന്നു. ചെല്ല്. ഒന്നുമില്ല മോളെ. അതൊക്കെ കയറിയിരിക്കും. പ്രഷർ ചെക്ക് ചെയ്യേ വേഗം. ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ബ്ലഡ് ഡോണർ റെഡിയല്ലെന്ന് ചോദിക്കാം. റെഡിയാ മാഡം. റിലാക്സ് റിലാക്സ് റിലാക്സ്. വേഗം ആട്ടെ. മൈനയുടെ കൂടെ വന്നത് ഞാനാ. ബി പോസിറ്റീവ് ബ്ലഡ് വേണം. ഡോണർ റെഡിയല്ലേ? ഡോണർ വന്നിട്ടില്ലേന്ന്. എന്താ മണിമേ? എന്താ സിസ്റ്റർ? നിങ്ങള് കാര്യം പറയേ. എന്റെ ബയോഡാറ്റ കാണിച്ചാലേ കാര്യം പറയുന്നുണ്ടോ? ആ കുട്ടിക്ക് ബ്ലഡ് വേണം. ഡോണർ റെഡിയാക്കി വെക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞതാ. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ബി പോസിറ്റീവ്. എന്റെ ഗ്രൂപ്പ് ബി പോസിറ്റീവാ. നിങ്ങൾ റെഡിയാണെങ്കിൽ വേഗം ലാബിൽ ചെന്ന് ബ്ലഡ് ചെക്ക് ചെയ്തോളൂ. വേഗം വേണം. എന്താ അമ്മണിയമ്മേ, ഇതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്യണ്ടേ? വിവരമൊക്കെ ഞാൻ ഹരിസാറിനോട് പറഞ്ഞതാ. ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ ആ ആള് ഹരിസാറൊക്കെ? സാറിന് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഓഫാന്നാ പറയുന്നത്. ഓഫ് ആവണല്ലോ. ആരും വരാൻ പോണില്ല, എനിക്ക് ഉറപ്പാ. മൈന ഇപ്പൊ എല്ലാവർക്കും ഒരു ബാധ്യത. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. ഇവിടെ നിന്ന് ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ബ്ലഡ് ഞാൻ കൊടുക്കാം. ഇനി എന്റെ ബ്ലഡ് കൊടുത്തു പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ വരുമോ ഹരിസാറോ? മോനെ, ഈ നേരത്ത് നീ പേടിക്കണ്ട. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് ഉപേക്ഷിക്കാനാവില്ലല്ലോ മൈനെ. ഞാനുണ്ട്. എന്റെ ഈശ്വരന്മാരെ, പരീക്ഷിക്കല്ലേ. രണ്ടും രണ്ടായി തന്നെ ആപത്തൊന്നും കൂടാതെ തിരിച്ചു തരണേ. തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ? രഘുവിനെ പോലെയുള്ള ഒരു ക്രിമിനലിനെ ഉള്ളം കയ്യിൽ കിട്ടിയിട്ടും വിട്ട് കളഞ്ഞിട്ട് വന്ന് നിൽക്കുക. അവനെ തളയ്ക്കാനാ ലോനപ്പനെ മാറ്റിയിട്ട് തന്നെ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടത്, അല്ലാതെ അവിടുത്തെ സെക്യൂരിറ്റി ജോലിക്കല്ല. എന്തു പറ്റി ജോൺ? തനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാത്താണല്ലോടോ? പറയേ, എന്താ സംഭവിച്ചത്? പെട്ടെന്ന് രഘുവിനെ കണ്ടപ്പോ താൻ വരണ്ടു പോയോ? അങ്ങനെയല്ല സാർ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര പെട്ടെന്നൊന്നും കീഴടക്കാൻ പറ്റുന്ന ആളല്ല രഘു. മറ്റൊന്ന്, ആ സിറ്റുവേഷനിൽ പെട്ടെന്നാവുമെന്ന് ചാടിയപ്പോ. ഏത് സിറ്റുവേഷനിൽ? ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായില്ലേ? പെയിനെടുത്ത് വയറ് പൊത്തി നിലവിളിക്കുകയായിരുന്നു ആ കുട്ടി, മൈന. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനാ ഞാൻ ശ്രമിച്ചത്. അതിന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മൈന.
വെക്കാതെ. കരയാതിരിക്കും. ആ കരയാതെ. അയ്യോ ഇപ്പൊ എഴുന്നേക്കണ്ട. ഒരു 10 മിനിറ്റ് കിടക്ക്, എന്നിട്ട് മതി. എങ്ങോട്ടാ? ലവനെ ഒന്ന് കാണാമെന്നാ. നിങ്ങളാരാ? ലവന്റെ അച്ഛനാ. എന്തേ? താൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. എന്തേ, കുടിക്കണോ? നീ എന്റെ പണി നോക്കി പോണേ. എടോ ഓ, ഇവളെന്നെ മേടിക്കും. എന്നെ വായിന്ന് പറഞ്ഞ് കേക്കരുത്. ഓടുന്നു. എവിടുന്നാ? അവളുടെ ഒരു അർജുന. ആഹാ, പൊന്നുവ സുഖായിട്ട് കിടക്കുകയാണല്ലേ? എങ്ങനെ ഉള്ള ചോരയൊക്കെ ഊറ്റി കൊടുത്തോടാ നീ അവക്ക്? ഇനി ഒരു മുള്ളുകൊണ്ട് മുറിഞ്ഞാ പോലും ഒഴിയാൻ ഒരു തുള്ളിച്ചോരയില്ല അല്ലടാ. കാലക്ക് ഇടാ, നീയാണ് ആൺകുട്ടി. കാമുകിയുടെ പേരിന് ചോര നൽകി സഹായിക്കാൻ മനസ്സ് കാണിച്ച യോഗ്യൻ. എനിക്കറിയാം അവളെ ഇങ്ങോട്ടാ കൊണ്ടുവന്നതെന്ന്. എടാ, എന്റെ മുന്നിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്നെ ഈ കോളത്ത് ഇങ്ങനെ കാണുമ്പോ എന്നെ കാലം നരിച്ചു കയറുക. എണീറ്റ് പോടാ. വെറുതെ ആണുങ്ങളുടെ പേര് കളയാണ്ട്. ഉള്ള ചോര ഊറ്റി കൊടുത്തിട്ട് മറന്ന് കിടക്കുന്ന ശാപം. എണീറ്റ് പോടാ. വെറുതെ ആണുങ്ങളുടെ പേര് കളയാണ്ട്. ഉള്ള ചോര ഊറ്റി കൊടുത്തിട്ട് മറന്ന് കിടക്കുന്ന ശാപം. അണ്ണൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എവിടെയുണ്ട് നിങ്ങളുടെ അഭ്യാസം? അഭ്യാസം അത് നടന്നേനെ. അവനെ എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ. ആരെ? ഞാൻ ആരെ തേടിയാണോ നടക്കുന്നത് അവനെ, എന്നെ കെട്ടിയോളുടെ കാമുകനെ. അയാൾ ഇവിടെ ഉണ്ടോ? അവൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ അറിവ്. തേടി വന്നതാ ഞാൻ അവനെ. കൺമുന്നിൽ കണ്ടെങ്കിൽ പണി തൊടിക്കാനെ ഞാൻ ആ കള്ള പന്നി. അണ്ണ, ഇതൊരു ഹോസ്പിറ്റലാ. ഇതെടുത്ത് മാറ്റി നിങ്ങൾ പ്ലീസ്. ഇവിടെ ആരെങ്കിലും കണ്ട കുഴപ്പാവും. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പറമ്പ് കളയ്ക്കുന്നവന് തൂമ്പ, വിറക് വെട്ടുന്നവന് മഴു. എനിക്കിതാ ഇവൻ ഒക്കെ ആയുധങ്ങളാ. 4 ആള് കണ്ട ഒരു കുഴപ്പമില്ല. കുറച്ചു നാളായിട്ട് ഇവിടെ ഇവന് പണിയൊന്നും കിട്ടുന്നില്ലെന്ന വിഷമേ എനിക്കുള്ളൂ. കിട്ടുന്ന പണിയൊക്കെ ഒരറ്റത്ത് നിന്ന് പാളിപ്പോവുക. ടൈം വരും, വന്നല്ലേ ഒക്കൂ. നീ കിടന്നോ? ഞാൻ വന്നുകൊണ്ട് ചാടത്തുള്ളി ഓടണ്ട. ചോര കുറെ ഊറ്റി കൊടുത്തതല്ലേ. ഇനി ചുണ്ടത്തൊരു അവിഞ്ഞ ചിരിയും നന്ദിയും വാരിത്തേച്ചുകൊണ്ട് ഇപ്പൊ വരും ഹരിശങ്കർ SP. നിനക്ക് തരാൻ കുറെ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ചക്കയും മാങ്ങയും ഒതളങ്ങയും കൊണ്ട്. അതുകൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. അതെ, അണ്ണനങ്ങ് സ്കൂട്ടാവുക. നീനിൽ അവളുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ വരൂ. മതി, പതിയെ മതി. ഒരു മിനിറ്റ്. അത് ഈ മൈന എന്ന് പറഞ്ഞ കുട്ടി എവിടെയാ കിടക്കുന്നത്? ആ റൂമിലാ. അവിടെയോ? ദേ ഇവിടെ. വാ.
സാറേ രഘു സാറേ നിൽക്കണേ അയ്യോ രഘു ജോൺ come on. അമ്മണിയമ്മേ മൈന എവിടെ? ഓ സാറ് മൈനെ തിരക്കി വന്നതാണോ? ഞാൻ കരുതി രഘുവിനെ പിടിക്കാൻ ഇറങ്ങിയതാന്ന്. എന്നെ പരിഹസിക്കാണോ? അല്ല സാറേ, നിങ്ങൾക്കൊക്കെ എപ്പോഴൊക്കെ ആ മനംമാറ്റം വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മണിയമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല, കൂടപ്പിറപ്പിനെ പോലെയല്ല, കൂടപ്പിറപ്പ് തന്നെയാ മൈനയെന്ന് സാർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കൊച്ചിന് ധൈര്യം കൊടുക്കാൻ സാറിവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അതിന് വേറെ ആരാ സാറേ ഉള്ളത്? സാറല്ലാതെ. മൈനയുടെ ഏട്ടന്റെ സ്ഥാനമല്ല സാറിന് അവള് തരുന്നത്. ഏട്ടനെന്ന് വിളിക്കുമ്പോഴും ഒരച്ഛന്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന് ആ കൊച്ചു പറയാറുണ്ട്. കാറിൽ ഇവിടെ വന്നിറങ്ങി ഓപ്പറേഷന് കൊണ്ടുപോകുന്ന സമയത്തും അവള് തിരിക്കിയത് സാറിനെയാ. ആ പെണ്ണ് പേച്ചുതോവിന്റെ നേരത്തും സാറിന്റെ പേര് വിളിച്ചാ കരഞ്ഞത്. അവളുടെ ഉള്ളിൽ സാറിനുള്ള സ്ഥാനം അത്രയ്ക്ക് വലുതാ. എനിക്ക് എന്റെ മൈനയോട് സ്നേഹമില്ലെന്നാണോ? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല സാറേ. പക്ഷേ അവളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കേണ്ട സമയമായിരുന്നു ഇത്. ആ സമയത്ത് സാർ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. സാറ് തിരക്കിലായിരുന്നിട്ടുണ്ടാവും അല്ലേ? എനിക്കത് മനസ്സിലാകും. പക്ഷേ എത്ര തിരക്കായിരുന്നാലും സാർ ഇവിടെ വരുമെന്ന് ഒരു പ്രതീക്ഷ മൈനയ്ക്കുണ്ടായിരുന്നു. ഓപ്പറേഷൻ മൈനയ്ക്ക് ചോര വേണ്ടി വന്നു. ഞാൻ എല്ലാം കാലേ കൂട്ടി പറഞ്ഞതല്ലേ സാറിനോട്? പക്ഷേ സമയത്തിന് ഇവിടെ ആരും വന്നില്ല സാറേ. എന്നിട്ട് ആ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ചോര മൈനയ്ക്ക് ചേരുന്നതായിരുന്നു. അവനാ സഹായിച്ചത്. അവനെന്തെങ്കിലും കുടിക്കാൻ വാങ്ങി കൊടുക്കണമെന്ന് നേഴ്സ് വന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോകുന്നതാ. ആരാ അമ്മണിയമ്മ അത്? ആളെ പറഞ്ഞ സാറിന് ഇഷ്ടപ്പെടില്ല. അവനാ അർജുനൻ. അവൻ രക്ഷപ്പെട്ടു പോയി സാർ. ജോണിലൂടെ ഉണ്ടാവണം സാർ. എവിടെയാവൻ അർജുനൻ?
ബിസ്ക്കറ്റ്, കുറച്ച് പാല. ഒന്നും വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്നെ ഒരുപാട് തല്ലുകയും വിരൽ ചുണ്ടൊക്കെ ചെയ്ത കൈയല്ലേ. ആ കൈ കൊണ്ട് ഇങ്ങനൊരു കാര്യം തരുമ്പോ വേണ്ടാന്ന് പറയണില്ല, ഇങ്ങ് തരും. ഇനിയിപ്പോ ഞാൻ മനഃപൂർവ്വം ആളാവാൻ വേണ്ടി അവസരം നോക്കിയാണെന്ന് പോലീസ് ബുദ്ധി കൊണ്ട് അളക്കല്ലേ സാറേ. എന്റെ ഒരു പണിക്കാരൻ ചെക്കൻ തൊഴുത്തിന്റെ മുകളിൽ നിന്ന് വീണു. ഞാൻ അവനെയും കൊണ്ട് വന്നതാ. അപ്പോഴാ ഇവിടെ മൈനയെ അമ്മണിയമ്മ നെഞ്ചത്ത് കയ്യും വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോ കാര്യം തിരക്കിയതാ. ഭാഗ്യത്തിന് എന്റെ മൈനയുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരുന്നു. സാറ് പേടിക്കണ്ട, ഇതിന്റെ പേരിൽ ഒരു അവകാശം പറഞ്ഞ് ഞാൻ വരില്ല. മൈനയുടെ സ്ഥാനത്ത് വേറെ ആരായാലും ഞാനിത് ചെയ്യും. കാരണം പണ്ട് ഇതേപോലൊരു സിറ്റുവേഷനിൽ തക്ക സമയത്ത് ബ്ലഡ് കൊടുക്കാൻ ആളില്ലാതെ മരണപ്പെട്ടു പോയ ഒരു പാവം അമ്മ എനിക്കുണ്ടായിരുന്നു സാറേ. ആ ഷോക്കിലാ അച്ഛനും മരിച്ചതേ. കുഞ്ഞുപ്രായത്തിൽ തന്തയും തള്ളിയും നഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങ് വളർന്നതാ. നമ്മൾ പറയാറില്ലേ തന്തയും തള്ളിയും വളർത്താത്തതിന്റെ കേടാണെന്നൊക്കെ. അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കാം ഒരു സമയത്ത് ചില കുരുത്തക്കേടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അല്ലാണ്ട് എല്ലാരും കരുതുന്ന പോലെ ഞാൻ അത്ര തല്ലിപ്പൊളിയൊന്നല്ല സാറേ. താങ്ക്സ് എല്ലാത്തിനും. ഇങ്ങനെ പേടിക്കണ്ട, റിലാക്സ് റിലാക്സ്. എഴുന്നേറ്റോ? ഇത് എന്തൊരു ഉറക്കം ഇത് ഈ ഡേ ടൈമില്? എന്തൊറ്റി സിദ്ധു? എന്താ വല്ലാതെ? ഞാൻ സ്വപ്നം കണ്ടു. കൊള്ളാലോ, എന്തു സ്വപ്ന കണ്ടത്? ഒരു കുഞ്ഞിനെ. അതിന്റെ കരച്ചില് ഞാൻ ശരിക്കും കേട്ടു മനസ്സേ. അത് പിറന്നു വീഴുമ്പോ ഞാനതിന്റെ തൊട്ടടുത്തുണ്ട്. പഞ്ഞിപ്പോലുള്ള അതിന്റെ വിരല് ഞാൻ തൊട്ടു മനസ്സേ. നീ എന്തിനാ കരയുന്നേ? സിദ്ധു, ആ സ്വപ്നത്തിലെ കുഞ്ഞിന് ഒരമ്മ ഉണ്ടായിരുന്നു സിദ്ധു. ആ അമ്മയ്ക്ക് എന്റെ മുഖമായിരുന്നു. മനസ്സേ, സിദ്ധു, സിദ്ധുവിന്റെ സ്വപ്നത്തിലെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിന്റെ അമ്മ ആയിക്കോട്ടെ. സിദ്ധു, ഞാനൊരു കാര്യം പറഞ്ഞോ പിണങ്ങോ, ദേഷ്യപ്പെടൂ? എന്നെ വിട്ടിട്ട് പൊയ്ക്കുള്ളൂ സിദ്ധു. സിദ്ധുവിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാനാവാത്ത ഭാര്യയാ ഞാൻ. ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പാഴ് ജന്മം? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്?
എന്താ ഞാൻ പറയണ്ട? പറ, ഞാൻ എന്താ വേണ്ട? സിദ്ധു ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാനാവില്ല എനിക്ക്. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കോ സിദ്ധു.